സംസ്ഥാനത്ത് പ്രകൃതിക്ഷോഭത്തിൽ 33 പേർ മരിച്ചതായി റവന്യൂ വകുപ്പ്. 3 പേർക്കായി തെരച്ചിൽ തുടരുകയാണ്. 24 പേർ പരിക്കിനെ തുടർന്ന് ഇപ്പോഴും ചികിത്സയിലാണ്. 75 വീടുകൾ പൂർണ്ണമായും തകർന്നു. 816 വീടുകൾ ഭാഗികമായി തകർന്നു. വിവരങ്ങളുമായി സനിസ ശോഭാചന്ദ്രനാണ് ചേരുന്നത്. സനിസ, എന്തായാലും വലിയ ദുരിതമാണ് ഇത്തവണ പ്രകൃതിക്ഷോഭം കാരണം ഉണ്ടായത് എന്നുള്ളതാണ്. അതിന്റെ കണക്കുകളാണ് വരുന്നത്. ഈ 3 പേരെ കാണാതായി എന്ന് പറയുന്നു. അവർക്കായിട്ടുള്ള തിരച്ചിൽ ആണ് ഇപ്പോൾ നടക്കുന്നതും അതിൽ വലിയ വിവാദമൊക്കെ ഉണ്ടാകുകയും ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ കണക്കുകൾ പുറത്തേക്ക് വരുന്നത്? സ്വാതി, റവന്യൂ വകുപ്പ് അവസാനമായി പുറത്തുവിട്ട കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഈ പ്രകൃതിക്ഷോഭത്തിൽ കഴിഞ്ഞ 2 ആഴ്ചയായി സംസ്ഥാനത്തുണ്ടായ കനത്ത മഴയിൽ 33 പേർക്കാണ് ജീവൻ നഷ്ടമായത്. 24 പേർ ഇപ്പോഴും ചികിത്സയിൽ തുടരുന്ന ഒരു സാഹചര്യമാണ്. പരിക്കിനെ തുടർന്ന് 75 വീടുകൾ പൂർണ്ണമായി തകർന്നിട്ടുണ്ട്. 816 വീടുകളാണ് ഭാഗികമായി തകർന്നിരിക്കുന്നത്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് ആളുകൾ വീട്ടിലേക്ക് പോകുന്നു എന്ന ഒരു ആശ്വാസമാണ് ഈ ഘട്ടത്തിൽ പ്രധാനമായിട്ടും പറയാനുള്ളത്. മഴയൊന്ന് മാറി നിന്നിട്ടുണ്ട്. ഇന്ന് 4 വടക്കൻ ജില്ലകളിൽ മാത്രമാണ് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പുള്ളത്. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മാത്രമാണ് ഇന്ന് മഴ മുന്നറിയിപ്പുള്ളത്. അതുകൊണ്ട് തന്നെ പല ദുരിതാശ്വാസ ക്യാമ്പുകളും വെള്ളം വലിയുന്നതോടുകൂടി പലരും വീടുകളിലേക്ക് മാറുന്നതായിട്ടുള്ള കണക്കുകളാണ് ഇന്നത്തേത് വ്യക്തമാക്കുന്നത്. ഈ നിലവിൽ 370 ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അപ്പോഴും 30,992 22 പേർ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. 30,000-ലേറെ പേർ ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പുകളിലുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസമൊക്കെ 40,000-ന് മുകളിലായിരുന്നു ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഉള്ള ആളുകളുടെ എണ്ണം. എന്തായാലും സംസ്ഥാനത്ത് മഴ മാറിയതോടുകൂടി തന്നെ ഇനി അവരുടെ പുനരധിവാസമാണ് മുന്നിലുള്ളത്. പല മേഖലകളും ദുരന്തബാധിത മേഖലകളാണ്. അവിടെ പല വീടുകളിൽ നിന്നും ചളിയും മറ്റുമൊക്കെ മാറ്റേണ്ടതായിട്ടുള്ള നടപടിക്രമങ്ങൾ ഇനി ചെയ്യണം. കൂടാതെ ദുരിതാശ്വാസ ഫണ്ടുകളും ഇതിനോടകം തന്നെ സർക്കാർ പ്രഖ്യാപിച്ച് ഉത്തരവായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി നടപടിക്രമങ്ങളൊക്കെ